സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ മാനസികമായിട്ട് നീ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഒരു കമന്റ്സിന് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പക്ഷേ ആ കളിയാക്കുന്നതിൽ കൂടെ അപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ ആ കളിയാക്കലിൽ കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിന്ന് അവരും ജീവിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ്. അതാണ് ഈ കളിയാക്കുന്നതിൻ്റെ പ്രത്യേകത. അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവും. അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർ, ആചാര്യ ഗുരുക്കന്മാർ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ അവർ. പക്ഷെ അവർ എന്നിട്ടും ആ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞതിനാണ് അവർ വീണ്ടും കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കേസ് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സംഭവം. അല്ല കിട്ടിയിട്ടില്ല. അതിനോട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ പിന്നെ പോയിട്ടില്ല. അവർ പോയാൽ തീർച്ചയായിട്ടും കിട്ടേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഡെത്തിനെ സംഭവിച്ച് ഇനിയിപ്പോൾ ഏതെങ്കിലും തരം സംശയമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡെത്ത് സംഭവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചുള്ള സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ അവർ പോയ സൗകര്യം കൊടുക്കേണ്ടതാണ്, അവർക്കത് കിട്ടും. ഇതിന് ശേഷം ഈ സമാധിയൊക്കെ വന്നതിന് ശേഷം പിന്നെ പുറമേ ഉള്ള ആൾക്കാർ എങ്ങനെ വരുമായിരുന്നു? അപ്പൊ നാട്ടുകാർ അതിന് ശേഷം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതിനെ കുറിച്ച് വരും. അതായത് അറിഞ്ഞ് വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ മഹാക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും. ഉത്സവം എന്തോ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഇതേപോലെ കണ്ടായിരുന്നു. ഉത്സവമല്ല, ഈ ക്ഷേത്രത്തിലേക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് ശുദ്ധികലശങ്ങളും ചെയ്ത് നിത്യപൂജയ്ക്ക് ക്ഷേത്രം നടത്തുന്നതായിരിക്കും ശിവരാത്രിയോടനുബന്ധിച്ച്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം കൊണ്ടുവന്നതോടൊപ്പം തന്നെ അച്ഛൻ സമാധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിരുന്നല്ലോ. ഒന്ന് പറയൂ. അതായത് ഈ ക്ഷേത്രത്തിന്റെ അച്ഛൻ ഈ ആദ്യത്തെ 2017 മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് അച്ഛൻ ഈ ഋഷിപീഠം നിർമ്മിച്ച് അച്ഛനെ സമാധിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആധാരശില മുതൽ ചെയ്ത് പത്മപീഠം അത് കൊണ്ടുവന്ന് മയിലാടിയിൽ നിന്ന് ശില കൊണ്ടുവന്ന് അതുപോലെ ഇതിന്റെ ഉയരപ്പാകാനുള്ള നപുംസക ശില അടക്കം അച്ഛൻ നേരത്തെ തന്നെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ് ഈ ഋഷിപീഠം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതുപോലെ ചെയ്ത് ഇപ്പോഴും മഹാസമാധിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ഹിന്ദു സംഘടനകളുടെയും നാടാർ ഹിന്ദു സംഘടനയുടെയും ഒരുപാട് സന്യാസി വര്യന്മാരുടെയും മഹാസമാധിയിൽ അന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയും ആശീർവാദത്തോടു കൂടിയും തന്നെയാണ് അന്ന് മഹാസമാധിയായിട്ട് നമ്മൾ നടത്തിയത്. ചില ആളുകൾ പറയുന്നുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലുമില്ല. സാമ്പത്തിക ലാഭത്തിനെന്ന് പറഞ്ഞാൽ ഇത് കച്ചവട സ്ഥലമല്ല. ഇത് ഭക്തി മാർഗത്തിൽ പെടുന്ന ഭക്തിയാദരവോടുകൂടെ ഭഗവാനെ നമിച്ചും ആരാധിച്ചും പൂജിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അത് ഒരിക്കലും ഇത് സമ്പത്തിന് വേണ്ടിയിട്ടല്ല. ഇത് സാമ്പത്തിക ലാഭമല്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അധ്വാനിച്ച് തന്നെയാണ് ഇന്ന് വരെയും ജീവിച്ചിട്ടുള്ളത്. ഇനി സത്യം, ഇനി അങ്ങനെ തന്നെ ജീവിക്കും. നേരത്തെ പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളി നിരക്ക് അതോടൊപ്പം തന്നെ മറ്റ് മരം മുറിക്കുന്നതിന് അതിനെ പിന്നെ ഇത് ഫർണിച്ചറാക്കി മാറ്റുന്നതിന് ഇത്തരത്തിലുള്ള നാനാപ്രവർത്തികൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. നേരത്തെ മകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മനുഷ്യായുസ് കൊണ്ട് ചെയ്യേണ്ട അധ്വാനം ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം ഓരോ പ്രാവശ്യം ഒരുമിച്ചല്ല ചെയ്ത് ആദ്യം ഒരു ഭാഗം വാനം തൊണ്ടിയിടും, അതിനുശേഷം കരിങ്കല്ലിറക്കും, പിന്നെ ഒരു ഭാഗം കെട്ടും, പഞ്ചവർഗം ചെയ്യും, ചുമര് കെട്ടും, പിന്നീട് അവിടെ കട്ടള ഉറപ്പിക്കും. ഇങ്ങനെ 10-25 വർഷങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ച ധനമാണ് ഇന്ന് ഈ ക്ഷേത്ര രൂപത്തിൽ കാണുന്നത്. അതിനുവേണ്ടി റെസിപ്റ്റ് അടിച്ച് പിരിക്കുകയോ പുറത്തുപോയി പിരിവെടുക്കുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരു ഭക്തി നിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊടുക്കുകയാണ് സ്വീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ പണിത് ഉയർത്തിയൊരു ക്ഷേത്രമാണ് ഇത്. ഇപ്പോൾ പൂജാ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്നാണ് ചിലവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ? അത് പിന്നെ ക്ഷേത്രത്തിന് ഇനി ഞാൻ പറയില്ല, അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ പണ്ടും, അതായത് അധ്വാനിച്ച് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്തുന്നത്. പിന്നെ ഭക്തിയോടുകൂടി എനിക്കൊരു പൂജ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ഒരു കാര്യം കൂടെ, പിന്നെ മഹേഷ് നമ്പൂതിരിയുടെ ഇതല്ലേ? അതെ. പറയൂ, എവിടെ? അതായത് അച്ഛൻ നിന്നും വിദ്യകളും പൂജാവിധികളും താന്ത്രികപരമായിട്ട് അച്ഛൻ എനിക്ക് ഒരുപാട് പൂജാവിധികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ പുതുമന തന്ത്ര വിദ്യാലയ പീഠം മഹേശ്വരൻ നമ്പൂതിരി അവിടെ നിന്നും വിദ്യകൾ പഠിച്ചിട്ടുണ്ട്. പൂജാവിധികൾ പൂജ എല്ലാം അറിയാമെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പൂജ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഒരു കടുക് മണികൾ പോലും മാത്രമേ എനിക്ക് പൂജ, ഇനിയും വിദ്യകൾ പഠിക്കാനുണ്ട്. ഇനിയും ഒരുപാട് താന്ത്രികപരമായും ആചാര്യപരമായും ഒരുപാട് പൂജാവിധികൾ ഇനിയും പഠിക്കാനുണ്ട്. പഠിച്ച് ഞാൻ തീർന്നിട്ടില്ല, പഠിച്ച് പൂർത്തിയാവനല്ല. ഞാൻ എല്ലാ വിദ്യ എനിക്ക് അറിയാമെന്നുള്ള ജ്ഞാനിയേ അല്ല ഞാൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെ പറയാം, കുഴപ്പമില്ല, പറയണം. ഇനി